അട്ടപ്പാടി വില്ലേജ് ഓഫീസിൽ നിന്നും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധവുമായി ഒറ്റയാൾ പോരാട്ടം. നെല്ലിപ്പതി സ്വദേശി ഷിബു ചങ്ങരംപള്ളിയാണ് കൈവകാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. ഒരു മാസമായി സർട്ടിഫിക്കറ്റിന് വേണ്ടി സമീപിക്കുകയാണെങ്കിലും ഉദ്യോഗസ്ഥർ തരുന്നില്ലെന്നാണ് ഷിബു പറയുന്നത്. ഒരു മാസമായിട്ട് കൈവശത്തിന് ഞാൻ കൊടുത്തിരുന്നു. 28 ദിവസമായി. ഞാൻ ഈ 28 ദിവസം ഞാൻ 10 പ്രാവശ്യത്തോളം ഇടയെ വരുത്തിച്ചു. രാവിലെ വരാൻ പറയും, വൈകുന്നേരം വരാൻ പറയും. എല്ലാ പ്രാവശ്യം പറയുമ്പോഴൊക്കെ വരുന്നുണ്ട്. ഇവരുമെല്ലാം ഒഴികോടി പറഞ്ഞു പോവാണ്. ഇപ്പോൾ ഇവിടെ കാശുള്ളവർ മാത്രം കാര്യങ്ങൾ സാധിക്കുക, കാശില്ലാത്തവനെ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ പരിശോധിച്ചാൽ അറിയാം, ഉദ്യോഗസ്ഥരെ പരിശോധിക്കട്ടെ. ഇവിടെ കണ്ടമാനം കൈവശങ്ങളും പേപ്പറുകളും ബെൻഡിങ്ങിലാണ്. കണ്ടമാനം. ഇവർ ഈ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഇവിടെ അവർ വെറുതെ ഇവിടെ വന്നിരിക്കുക, ശമ്പളം മേടിക്കുക, വീട്ടിൽ പോവുക. പിന്നെ അവരുടെ വീട്ടിൽ പോയി കാശ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്കറിയാൻ സാധിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ 25,000 രൂപ പഴയ സഖാവ്, താവളത്തോടെ സഖാവ്, അവരുടെ വീട്ടിൽ 3 പേര് ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് കാര്യം സാധിച്ചു കൊടുത്തു. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ടേ? ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കണ്ടേ? ഇവര് ഉദ്യോഗസ്ഥന്മാര് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്. ഈ വില്ലേജ് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. അപ്പൊ അതിനുകൊണ്ട് എനിക്ക് തന്നെ തീരുമാനമാകാതെ എന്റെ പേപ്പർ കൊടുത്തിട്ട് 28 ദിവസമായി. ഇത് തീരുമാനമാകാതെ ഇവിടെ നിന്ന് ഞാൻ എണിച്ചു പോകില്ല. എനിക്കൊരു തീരുമാനം വേണം. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ വരെ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ എന്റെ ജീവിത പ്രശ്നമാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമരമായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അഗളി വില്ലേജിൽ വരുന്നവർക്ക് യഥാസമയം കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നില്ലെന്നും കൈക്കൂലി കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ സാധിച്ചു നൽകുന്നതെന്നും ഷിബു ആരോപിക്കുന്നു. തണ്ടപ്പേർ കിട്ടാത്തതിനെ തുടർന്ന് 2 പേർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അട്ടപ്പാടിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.